ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ ഒരു ഈസി ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 kg ചിക്കനാണ്. 3 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് 250 ഗ്രാമിൻ്റെ ബട്ടറാണ്. ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റാണ്. നമ്മൾ ജിഞ്ചർ ഗാർലിക് സെപ്പറേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഇടാവുന്നതാണ്. ഇനി അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. രണ്ടും ഇങ്ങനെ യോജിച്ച് വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ചിക്കൻ പീസസ് എല്ലാം ഇതിലേക്കോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് വെള്ളം എടുത്ത് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു തിള വരാൻ വെയിറ്റ് ചെയ്യുക. ഈ ഒരു പാകമായി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 തക്കാളി ഇതിലേക്കോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വെന്ത് കിട്ടും. ഇനി തക്കാളിൻ്റെ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് പീൽ ചെയ്തെടുക്കാം. അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഇനി തൊലി മാറ്റി വെച്ചേക്കുന്ന തക്കാളി നമുക്ക് മിക്സി ജാറിലിട്ട് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കണം. 4 കട്ടാക്കിയതിന് ശേഷം മിക്സി ജാറിലിട്ടാൽ മതി. നമുക്ക് നല്ല മാഷായി കിട്ടും. നമുക്ക് നല്ല അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചിക്കനിലേക്കോട്ട് ഇടാം. ഇപ്പോൾ നമ്മൾ ആ തക്കാളീൻ്റെ ജ്യൂസ് ചിക്കനിലേക്കോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇനി നമ്മൾ ഒരു കടായിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ 3 സവാളയും ആഡ് ചെയ്ത് കൊടുക്കുക. സവാളയ്ക്കൊരു പിങ്ക് നിറം വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനെ മിക്സി ജാറിലേക്കിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു പിങ്ക് നിറം മതി. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ കാഷ്യൂ നട്ട്സും പിന്നെ ആ സവാളയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇച്ചിരി കട്ടി ഉണ്ടായിരുന്നതിനാൽ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ചിക്കനിലേക്കോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പം നമ്മളുടെ കറി നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ആവശ്യാനുസരണം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. നമ്മളൊരു കടായിലേക്ക് കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വറുത്തതിന് ശേഷം ഒന്നിങ്ങനെ കൈ കൊണ്ടും പൊടിച്ചെടുക്കുക. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് ഗ്രേവിയിലേക്കോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. കൂടുതലിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്കോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കാം. ഇതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്ന സ്പൂൺ വന്നിട്ട് മീഷോയിലുള്ളതാണ്. നിങ്ങൾക്ക് അഥവാ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.